ഹലോ ഗൈസ്, അപ്പം മലയാള ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളൊരു പുതിയ ഇവൻറ്റ് വന്നല്ലോ ഈ ആഴ്ച. കോൺമൊബൈൽ ലിമിറ്റഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് വന്നല്ലോ. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ അഭിപ്രായങ്ങളും ആ ഇവൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ പാക്ക് ഓപ്പണിങ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് ആ വീഡിയോ ചിലപ്പോൾ വിടും. പാക്ക് ഓപ്പണിങ് നമ്മൾ ഈ ആഴ്ച ചെയ്തപ്പോൾ അത്ര പ്ലേയേഴ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ 112 റൈറ്റ് കാർലോസ് പുയോളിന് നമ്മൾ ഷാർട്സ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയറിൻ്റെ റിവ്യൂ കൂടി നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അതേ ഇവൻറ്റിലേക്ക് ഒന്ന് പോകാം. ഞാൻ പറഞ്ഞത് ഈ ആഴ്ച ഒന്നെങ്കിൽ ദീപാവലി ഇവൻറ്റോ അല്ലെങ്കിൽ കോൺമൊബൈൽ പ്ലസ് ഇവൻറ്റോ വരുന്നത്. അപ്പോൾ അതിൽ കോൺമൊബൈൽ ലിമിറ്റഡേഴ്സ് എന്ന ഈ ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വ്യാഴാഴ്ച വരാൻ പോകുന്നത് ദിവാലിയുടെ ഇവൻ്റാണ്. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് പിന്നെ നമ്മളുടെ ട്രിക്ക് ഓർ ട്രീറ്റ് അഥവാ ഹലോവിൻ്റെ ഒരു ഇവൻ്റാണ്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ ടീം നോക്കിയാൽ നമ്മൾ കാർലോസ് പുയലുമായിട്ടുണ്ട്. ആകെ ഇത്ര റാങ്കപ്പ് ചെയ്തിട്ടുള്ളൂ. കാർലോസ് പുയലിൻ്റെ കാർഡ് നോക്കിയാൽ വളരെ സൂപ്പർ അഗ്രസീവ് സ്റ്റൈൽ കാർഡാണ്. 125 സ്പേസ് ഉണ്ട്, 90 പാസിംഗ്, 119 ഡ്രിബിളിങ്. അതിന് മേലെ നിങ്ങൾ ഈ കാർഡ് ശ്രദ്ധിച്ചു, 165 ഡിഫെൻഡിങ് ഉണ്ട്. അതാണ് കാർലോസ് പുയലിൻ്റെ ഒന്നും കൂടി എനിക്ക് മെച്ചപ്പെട്ടൊരു സാധനം. പിന്നെ 150 ഫിസിക്കലായിട്ട് കൂടാ. അതുപോലെ ഡിഫെൻഡ് ചെയ്താൽ അതിൻ്റെ കൂടെ ഫിസിക്കും കൂടി ഉണ്ടാകുമ്പം അതൊരു പ്ലെയറിനെ അനുഭവിച്ച നല്ലൊരു കാര്യമാണ്. അത് കിട്ടുമ്പോൾ ആ പ്ലെയേഴ്സിന് കിട്ടാനാണ് നല്ലത്. പിന്നെ പെർഫർ ഫൂട്ടൊക്കെ 3-5 ഒന്നേ ഉള്ളൂ. ബട്ട് ഇത് ഡിഫൻഡറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 3-5 കുറവാണെങ്കിൽ പോലും 4-5 വേണമായിരുന്നു. ഈ ശരിക്കും 112 കൊടുക്കണമായിരുന്നു. ആ കൊടുത്ത് 3-5 ബാഴ്സലോണയുടെ ഐക്കോണിക് ഡിഫൻഡർ. അപ്പം ഡിഫെൻഡിങ്ങും ഫിസിക്കലും ഡ്രിബിളിങ്ങും പേസും സെറ്റ് സാധനം. പാസിങ്ങിന് ഷൂട്ടിങ് കുറവാണ്, ഷൂട്ടിംഗ് ഇല്ല. പാസിങ് ചെറുതായിട്ട് ഇതുണ്ട്, കുറവുള്ളൂ. ബാക്കി പാസിങ് ഷൂട്ടിങ് ബാക്കി ഒക്കെ സീൻ സാധനം നല്ല കളിക്കുന്നുണ്ട്. നമ്മൾ വേണമെങ്കിൽ റൈറ്റ് ബാക്കിൽ നിൽക്കും. മറ്റൊരു ദിവസം റൈറ്റ് ബാക്കാണ്. നമ്മൾ സെൻറ്റർ ബാക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പറിൻ്റെ സ്കിൽ പോയിൻ്റ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ റൈറ്റ് ബാക്ക് കളിക്കും, സെൻറ്റർ ബാക്ക് കളിക്കും. വളരെ നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൂ, ലെവൽ കൊടുത്തിട്ടുള്ളൂ. ഇനിയും നമ്മൾ കൊടുക്കും ചിലപ്പം. പിന്നെ നല്ല കളിക്കുന്നുണ്ട്, നല്ലൊരു ഡിഫൻഡറാണ് ഇവർ. കുറേ ആളുകൾ കാർലോസ് പുയോളിനെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാർലോസ് പുയോൾ ഇതിന് മുമ്പത്തെ ആനിവേഴ്സറിയിൽ വന്നിട്ടുണ്ട്. അത് 102 ആയിരുന്നു. അതിനെക്കാട്ടി ഒന്നും കൂടി മികച്ചൊരു കാർഡാണ്. ഇപ്രാവശ്യം അടുത്ത ആനിവേഴ്സറി വന്നപ്പോൾ 112 ആക്കിക്കാണ്ട് സെറ്റായിക്കാണ്ട് ആ കാർഡ് മൊത്തം സീനായിക്കാണ്ട് ഓടുന്നുണ്ട്. ഷൂട്ടിങ്ങിലും പാസിങ്ങിലും ചെറുതായിട്ട് കുറവില്ലാതെ. ഷൂട്ടിങ് കുറവാണ്, പാസിങ്ങിൽ ചെറിയൊരു കുറവ്. ബാക്കിയൊക്കെ ആ പ്രത്യേകിച്ച് ഡിഫൻഡിങ് ഫിസിക്കലും എടുത്തു പറയേണ്ടതാണ്. അപ്പം ഇനി നമുക്ക് നമ്മൾ ഇവൻറ്റുകളിൽ പോവാം. അപ്പോൾ നമ്മൾ ഇവൻറ്റ് കോൺമൊബൈൽ ലിമിറ്റഡേഴ്സിൻ്റെ ഇവൻ്റാണ്. ഇത് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ഇവൻറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഏകദേശം ഈ ഇവൻറ്റ് വന്നിട്ടുള്ളൂ ഇപ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലെങ്കിൽ ഇതേപോലൊക്കെ ആയിരുന്നു. സെമി ഫൈനൽ മുതൽ കളിക്കാണ്ടാവും മാച്ച്. ഈ 2 മാച്ചുകൾ ഉറപ്പായി വേഗം കളിച്ച് തീർക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യണം. ഒന്ന് 105 ഐക്കോണിക്കിൻ്റെ ഒരു പാക്ക്, ഒന്ന് 105 ബ്രസീലിൻ്റെ മാത്രമുള്ള ഐക്കോണിക് പാക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾക്കൊന്ന് ഇഷ്ടമുള്ള നോക്കുക. ഞാൻ ഈ ബ്രസീലിൻ്റെ കണ്ടിട്ടുള്ളത്. ഈ ഐക്കോണിക് പാക്കും സൂപ്പറാണ്, നല്ലതല്ല എന്നുള്ള ഉദ്ദേശിച്ചത്. ഇതിലും ബ്രസീലിൻ്റെ അർജൻറ്റീനയും മിക്സ് ആയതാണ്. ഈ ബ്രസീൽ മാത്രം. അപ്പോൾ ബ്രസീലിൻ്റെ എടുത്തുനിന്നാണ് എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയി തോന്നുന്നത്. നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ട് ബ്രസീലിൽ. എനിക്കിതിൽ റമീറസിനെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ നമുക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില ഗെയിമിൽ വേണമെങ്കിൽ വല്ലട്ട് കളിപ്പിച്ച് നോക്കാം. നല്ല ഇതുണ്ട്. പിന്നെ നമ്മുടെ സെമി ഫൈനൽ മാച്ച് 2 വരുന്നത് ഒന്ന് അർജൻറ്റീനത്തെ ഒന്ന് ബ്രസീലത്തെ ഐക്കോണിക് പ്ലേയേഴ്സും 2 ഇവിടെ വരുന്നത് അർജൻറ്റീനത്തെ ഐക്കോണിക് പ്ലേയേഴ്സുമാണ്. 2 ഐക്കോണിക് പ്ലേയേഴ്സ്. ഇതിലും അടുത്ത് ബ്രസീലായിരുന്നു. ഈ അർജൻറ്റീനയിൽ 3 സെറ്റ് ഐക്കോണിക് പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് ഇവർ 2 പേരും ഡിഫൻസിലേക്കാണ്. ഒരു റൈറ്റ് ബാക്ക് സെനത്തി, ഒരു 105 CM സെനത്തി, 105 CM റെക്കോളമി. എനിക്ക് വലിയ ബെറ്ററായി തോന്നിയത് ബ്രസീൽ പ്ലേയേഴ്സിന് തന്നെയാണ്. ഈ മട്ടോണൊന്നും ഇല്ലാത്തത് കാരണമാണ് ബ്രസീൽ വിലയുണ്ട്. അതൊക്കെ കാരണം എന്നാലും എനിക്ക് ഇതിലും കിട്ടിയത് റമറൈസ് ചെയ്യുന്നത്. പിന്നെ ഈ 2 മാച്ച് കളിച്ചാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. ഇത് ഏറ്റവും ബെറ്റർ ആയതുള്ളത് ഈ 50 ഷാർട്സിനെ ഒന്നെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കളിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 2000 ജെയിംസ്.
ഇതെടുത്തിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ഒരു രീതിയിൽ. കാരണം ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ 50 ഷാർട്സ് എടുത്താൽ ഒരു പ്ലെയറിനെ വാങ്ങാനുള്ളത് എടുത്തു 110 പ്ലെയറിൻ്റെ അടുത്ത് തന്നെ 200 ഷാർട്സ് മതി. പിന്നെ അടുത്ത് 50 ഷാർട്സ് ഉള്ളൂ. പിന്നെ നമുക്ക് 2000 ജംസ് കൊടുക്കാം. 2000 ജംസ് നല്ലതാണ്, നമുക്ക് പ്ലേസിൽ പെട്ടെടുക്കുക. വലിയ വലിയ 150 മുതലൊക്കെ കൊടുക്കല്ലോ, 106 മുതൽ 108 വരെ ഉള്ളൂ, അത് ലാഭമില്ല. അപ്പോൾ ഞാൻ 2000 ജംസ് എടുത്തിട്ട് എനിക്ക് ഷാർട്സിൻ്റെ ഇതിന് അത്ര ആവശ്യമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ഷാർട്സ് ഉണ്ടാക്കിയോണ്ട് ഈ വേള ഞാൻ അങ്ങനെ ഷാർട്സ് ഉണ്ടാക്കണില്ല. ഇതിൻ്റെ പ്ലേയേഴ്സ് നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഈ മാച്ച് കളിച്ചാണ്ടാവില്ല, നിങ്ങൾ പരമാവധി എടുക്കേണ്ടത് ഈ വേൾഡ് ക്ലാസ്സാണ്. വേൾഡ് ക്ലാസ് എടുക്കണം നല്ലത്, ഒന്നും കൂടി ബെറ്റർ എനിക്ക് തോന്നിയത്. അമാറ്ററും പ്രൊഫഷണലും ഇറക്കുക പോയിന്റ് ജംസൊക്കെ ഉണ്ടായിട്ട് അതെടുത്തൊന്നും കാര്യമില്ല. ഏതായാലും നിങ്ങൾക്ക് ഇത് 25 ഷാർട്സ് വേൾഡ് ക്ലാസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 കളിയും വേൾഡ് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക. 2 കളിയും വേൾഡ് ക്ലാസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പരമാവധി 2 കളിയും വേൾഡ് ക്ലാസ് കളിക്കുക. വേൾഡ് ക്ലാസ് അത്ര പണിയൊന്നും ഉണ്ടാവില്ല, അത്ര ടഫില്ല, ലെജൻഡറി ഒന്നും ഇതില്ല, വേൾഡ് ക്ലാസ് വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേൾഡ് ക്ലാസ് തന്നെ പരമാവധി എടുക്കാൻ നോക്കുക. ടഫ് ഉണ്ടെങ്കിലും അതന്നെ എടുക്കുക. എന്നാലും നിങ്ങൾക്ക് 25 ഷാർട്സ് കിട്ടും. അപ്പോൾ 2 25 ആകുമ്പോൾ 50 ഷാർട്സ് ഇങ്ങനെ ഉണ്ടാവും. ഇതിനൊരു 50 100 ഷാർട്സ്. പിന്നെ ഇതിന് ഫൈനലിൽ വരും, അപ്പോൾ അതിന് ഏകദേശം 100 ഷാർട്സിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ 200 ഷാർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഒരു 110 വാങ്ങാം. ഞാൻ ഈ ചൂസ് ചെയ്യാൻ 50 ഷാർട്സ് കിട്ടില്ല. ഞാൻ അപ്പം ഇതാണ് എടുത്തത്, ജംസാണ് എടുത്തിരുന്നത്. അത് ഇതിപ്പോൾ നമുക്ക് ബെസ്റ്റ് കാർഡ്സ് തന്നു. നമ്മൾ പറഞ്ഞ അധികം കാർഡ് മതി. നമ്മൾ പ്രഡിക്ഷൻ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിന് പ്രഡിക്ഷൻ വീഡിയോ, അതിൽ പറഞ്ഞ അധികം കാർഡുണ്ട്. ഒന്ന് സീക്കോൻ്റെ ഒരു കാർഡുണ്ട്. സീക്കോൻ്റെ കാർഡ് നമ്മൾ പറഞ്ഞത് 112 113 സീക്കോൻ്റെ കാർഡ് വരുന്ന ഉറപ്പിക്കാന്ന്. അത് ഒന്ന് 113 എഴുതി മാർസൽ നമ്മൾ പറഞ്ഞു എൻ്റെ മറ്റേ വലിയൊരു ഈവൻ്റ് വരുന്ന ഇതിൽ വന്നു. ഗറിച്ച് പറഞ്ഞു നമ്മൾ 112 13 വരുന്നു, ഗറിച്ച് വന്നു. മഷ്റാനെ പറഞ്ഞിരുന്നു, മഷ്റാനയും വന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ആരായിരുന്നു, പിന്നെ കുറേ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അധികം പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും വിചാരിച്ച റൊണാൾഡോ നസാരിക്ക് ഈ 2ലും വന്നില്ല. 4th വീക്ക് ആനിവേഴ്സറിയിലും വന്നില്ല, ഫസ്റ്റ് വീക്ക് കോൺമബിൾ ലിമിറ്റേഴ്സിൻ്റെ ഫസ്റ്റ് വീക്കിലും വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത വീക്ക് കോൺമബിൾ ലിമിറ്റേഴ്സിൻ്റെ പ്ലേസ് വരികയാണെങ്കിൽ ചിലപ്പോൾ റൊണാൾഡോ നസാരിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് റൊണാൾഡോ നസാരിനെ കൊണ്ടുവരാൻ ഇപ്പോൾ കൺഫ്യൂഷനാണ്. റൊണാൾഡോ നസാരി എന്തായാലും ട്രിക്കോട്ടേറ്റീവെല്ലാം റിക്കവർ വരില്ല എനിക്ക് പ്രതീക്ഷ വരൂലേക്കാളും. മറ്റേ വരാൻ പോണ ഹലോവിൻ ഇവൻ്റില്ല, ഇത് വരാൻ സാധ്യത കുറവാണ്. റൊണാൾഡോ നസാരിയോ ഇനി വരാൻ സാധ്യത ഉള്ളത് ചിലപ്പോൾ ദീപാവലി ഇവൻറ്റിൽ വരാം, അത്ര ഉറപ്പില്ല. ദീപാവലി ഇവൻറ്റിൽ വരുമോന്ന്. പിന്നെ നിങ്ങൾക്ക് ഈ ബെസ്റ്റ് പ്രൈസ് ഞാൻ പറയുന്നത് സീക്കോൻ്റെ ഒരു ബെസ്റ്റ് കാർഡ് തന്നെയാണ്. നോക്കും 114 പ്രൈസ്, 113 ഷൂട്ടിങ്, 129 പാസിങ്, 115 ഡ്രിബിളിങ്. ഫിസിക്കൽ മാത്രം ചെറിയൊരു കുറവില്ലാതെ ബാക്കിയൊക്കെ പെർഫോമൻസ് ഫൂട്ട് 5/5 CIM വെക്കും. ചിലപ്പോൾ CMO കൂടി നിൽക്കിയ കാലം സ്കിൽ പോയിൻ്റ് 5 വരെ പോകും. പിന്നെ മാർസലോൻ്റെ കാർഡും C ആണ്. 5 സ്കിൽ മൂവ്സ് 5 ആണ്, സ്റ്റാമിന 4, പിന്നെ ഒരു അരയുണ്ട്. 117 പേസ്, 123 പാസിങ്, 135 ഡ്രിബിളിങ്, 124 വേറെ. അത് ചെറിയൊരു നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി ഞാൻ കാണിച്ചത്. സീക്കോൻ്റെ ഇതാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. സീക്കോൻ്റെ അല്ല, മാർസലോൻ്റെ കാർഡൊക്കെ ഡിഫൻസ് വെരി ബെസ്റ്റ് കാർഡാണ്. 117 പേസ്, 90 ഷൂട്ടിങ് അത് അത്ര ഉണ്ട്. ഡിഫൻസിൻ്റെ ഇതിലാണ് ഷൂട്ടിങ് കുറവായാലും ബാക്കിയൊക്കെ സെറ്റാണ്. 123 പാസ്, 115 ഡ്രിബിളിങ്, 114 ഡിഫൻഡിങ്, 197 ഫിസിക്കലും ചെറിയൊരു ഇതുണ്ട്, കുറവുണ്ട്. പിന്നെ പെർഫെക്റ്റ് ഫുട്ട് 5/4 സ്കിൽ മൂവ്സ് ആണ് ഫുള്ള് 5. സെറ്റ് കാർഡ് തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു കാർഡാണത്. അപ്പോൾ നിങ്ങൾ പ്ലെയറിനെ നിങ്ങൾ ഷാർട്സ് കൊണ്ട് നല്ല ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ പ്ലെയർ മാർസലോണയും സീക്കോനും എടുക്കില്ല. അതാണ് ബെറ്റർ. കറിഞ്ചയും ബെറ്റർ അല്ല എന്നുള്ളത്. കറിഞ്ച സീനാ. ഞാൻ ഇതിനെ ഷാർട്സ് ഇരിക്കുന്ന നോക്കിയില്ല കേട്ടോ. അത് സീനാണോ 4-5 ഫൂട്ട്, 140 പേസ്, 122 ഷൂട്ടിങ്, 125 പാസ്, 140 ഡ്രിബിളിങ്. അത് മാത്രം മതില്ലേ ഡിഫൻഡിങ് ഫിസിക്കൽ. ആ 4 സാധനം തന്നെ മതി. വെച്ചാതികല്ലേ ഞാൻ വിചാരിച്ച് അത്ര ഇതില്ലാത്ത കളിച്ചൻ്റെ ചിലപ്പോൾ അത്ര ഇതില്ലാത്ത കാടേക്കാരമല്ല കൊണ്ടിരിക്കുന്നത്. 112 അതിന് പ്രതീക്ഷിച്ചത് അധികം, 113 തന്നെ അവർ കൊടുന്നു. ഞാൻ ജാറസിനോണ്ട് തന്നെ കൊടുക്കുന്നത്. ഇപ്രാവശ്യം കരിഞ്ചൻ്റായി. അപ്പം റിക്കൂൾമി 117 പേസ്, 115 ഷൂട്ടിങ്, 151 പാസിങ്, 113 ഡ്രിബിളിങ്. ഒരു കുഴപ്പമില്ലാത്തൊരു കാർഡ്. 4-5 പെർഫെക്റ്റ് ഫുട്ട്. എന്നാലും സൂപ്പർ കാർഡ് തന്നെയാണ്.
പിന്നെ മഷറാനോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന മഷറാനും സെറ്റ് മഷറാനും എൻ്റെ എനിക്ക് കിട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ മഷറാനും 102 കണ്ടിരുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയിരുന്നു. സീൻ കളിയായിരുന്നു. അതിനേക്കാളും ഒന്നും കൂടി മികച്ചതായി കാണുന്നത് ഇപ്രാവശ്യം കൊണ്ടിട്ടുള്ളത്. 115 ബേസിങ്, 113 പാസിങ്, 112 ഡ്രിബ്ലിംഗ്, 135 ഡിഫൻഡിങ്, 115 ഫിസിക്കലുമാണ്. അപ്പോൾ അതൊക്കെ ഇത്രയൊക്കെ അധികം ഉള്ളത്. പിന്നെ 112 എല്ലാം സേബറട്ടോ, 113 പേസും ഉണ്ട്, 112 ഷൂട്ടിങ്, 112 പാസിങ്, 116 ഡ്രിബ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് കാണുന്നത്. അതല്ല, അതിന് സ്റ്റാമിന നോക്കി നിങ്ങൾ. ഫുൾ 5 സ്റ്റാമിന, സ്പീഡ് മൂവ്സ് 5, ബാക്ക് ഫുട്ട് 5 4. സീൻ കാണണം നിങ്ങൾക്ക്. ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിനൊക്കെ ഓപ്ഷൻ ചെയ്യാനൊക്കെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ് നീക്കിക്കാരം. ലെഫ്റ്റ് വിങ് നിൽക്കുമ്പോൾ എൻ്റെ ഏകദേശം 110 കാരം. റാങ്ക് കൂട്ടാതിട്ടാണ് പറഞ്ഞത്. 12 2.5 കുറേ കാലം. ഇനി നമുക്ക് നോക്കാനുള്ളത് പുതിയത് വന്ന ഫുട്ബോൾ സെൻ്ററാണ്. നമുക്ക് ഫുട്ബോൾ സെൻ്റർ നോക്കാം. ഫുട്ബോൾ സെൻ്റർ ടീം ഓഫ് ദി വീക്ക് സൂപ്പർ കാർഡുകൾ വന്നിട്ടുണ്ട്. വേറത്തെ മന്ത് കാർഡും വന്നിട്ടുണ്ട്. ഹാളൻഡിൻ്റെ 110 ഒരു കാർഡ് വന്നിട്ടുണ്ട്. 110 SG എംബാപ്പൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 110 SG കെയിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 109 CM പുളിസിക്കിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 108 SG തൗവിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ സൂപ്പർ കാർഡുകൾ വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദ മന്തിൻ്റെ ആണ്. പ്ലെയർ ഓഫ് ദ മന്ത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. കുറച്ച് പ്ലേയേഴ്സിനെ കൊടുക്കേണ്ടി വരും. കുറച്ച് പ്ലേയേഴ്സിന് എക്സ്ചേഞ്ച് അടിച്ചാലേ അത് കിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒന്നും കൂടി ബെറ്ററായി സ്റ്റാർട്ട്സൊക്കെ തോന്നുന്നത് എംബാപ്പയും ഹാളൻഡും കെയിനും സീനിനേക്കാരും. പുളിസിക്കിനും ടൗവിനെയും അവിടെ നോക്കിയിട്ട് ഞങ്ങൾ എടുക്കണം നല്ലത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട്സ് നോക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ എടുക്കാം. കാരണം ഇവർ ഏകദേശമൊക്കെ 4 എസ്റ്റും ഒരു CIയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എല്ലാവരും നല്ല ഇതിലേക്കാണ് ബാറ്റിങ്ങൊക്കെ നമ്മൾ കൊണ്ടുവരാം. 110 ആയിരിക്കും. പിന്നെ നമ്മളുടെ പുതിയ ടീം ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. ടീം ഓഫ് ദി സലാഹുണ്ട്, ഗൂഹി ആൻഡ് റൂബൻ നെവാസ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഇവർക്ക് മൂന്നാമത് മാത്രം 300. അപ്പം നമുക്ക് മൂന്നാമത് സീൻ കളിക്കാരാണ്. മൂന്നാമത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് റൈറ്റ് വിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ സലാഹിനെയും, സെൻട്രൽ ബാക്ക് ചില കുറേ ആവശ്യം ഉണ്ടാവും ഗൂവിനെയും വെക്കാൻ. ബെസ്റ്റ് CDM ആവശ്യമുണ്ടെങ്കിൽ റൂബൻ നെവാസിനെയും വെക്കാം. അവർ 3 സീൻ കാർഡാണ്. പിന്നെ റോഡ്രിഗോ വന്നിട്ട് 107 എല്ലാം. റോഡ്രിഗോയുടെ കാർഡ് കുറേ വന്നിട്ട് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് എൻ്റെ ടീം ഓഫ് ദി വീക്കിൽ. ഗെപ്കോൻ്റെ കാർഡിന്ന്, മെഹ്റസിൻ്റെ കാർഡിന്ന്, ബോസ്കിൻ്റെ കാർഡിന്ന്, സ്റ്റാർ കോഷിൻ്റെ കാർഡിന്ന്, ഗബൽ പെക്ക്, ഒബിയോമെങ്ക് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. മൂസ ലുക്മി, അയു, സുക്കിനി, ഗിറ്റ, മിസ്ജിന, ജുപ്പിറ്റ, ബലാഡ് എന്ന് പറഞ്ഞ പ്ലേയേഴ്സാണ്. ഇതൊക്കെ വേറെ ലീഗിൽ ഓരോ പ്ലേയേഴ്സാണ്. ഇപ്പോൾ മെയിനായി വന്നത് സലാഹും, ഗൂഗി, റോബൻ നവാസ്, റോഡ്രിഗോയിൽ നമുക്ക് വേണമെങ്കിൽ അറിയാം, ഗപ്പും, മെഹ്റസ്. ഇതൊക്കെ മെയിനായി വന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ മാച്ച് ഇതൊക്കെയാണ്. ലിവർപൂളും യുണൈറ്റഡുള്ള കളിയും, ബയണും ഡോർട്ട്മണ്ടുള്ള കളിയും, ഗെറ്റാഫെയും റയൽ മാഡ്രിഡുള്ള കളിയും, പിന്നെ കോമോ FCയും ജുവൻറ്റസുള്ള കളിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളിയും കളിക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കുക എല്ലാവരും. നിങ്ങൾ ഇതിന്ന് വേൾഡ് ക്ലാസ് എടുക്കണമായിരിക്കും ഒന്നും കൂടി നല്ല. നിങ്ങൾക്ക് 50 ഇത് കിട്ടും. ഈ 4നും 50 കിട്ടും. അപ്പോൾ അങ്ങനെ 200 കിട്ടും. പിന്നെ ടോട്ടൽ വരുന്നുണ്ട് ഒരു മാച്ച്. ഈ മാച്ച് കളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, വേൾഡ് ക്ലാസ് കളിച്ചാൽ 100 കിട്ടാണ്ട് 300 ഉണ്ടായിരിക്കാണ്ട് നിങ്ങൾക്ക് ഈ സലാഹ്, ഗൂഗി, റൂബൻ നെവാസ് ഒരാൾ വാങ്ങാം 300 എടുത്താൽ. അല്ലാതെ റോഡ്രിഗോ, മെഹ്റസ് ഇപ്പോൾ ബാക്കി എല്ലാ പ്രാവശ്യവും വാങ്ങാം. 300 മതി. ഈ ഏറ്റവും കൂടുതൽ വേണ്ടി സലാഹിൻ്റെ ഓൽക്കൊക്കെ 300 വേണ്ടത്. സലാഹ്, റൂബൻ നെവാസ്, ഗൂഗിയാണെങ്കിൽ മെയിൻ. ഇപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആനിവേഴ്സറി 4 വീക്കിൽ വന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ആനിവേഴ്സറി റിവാർഡ്സ് 4 വീക്കിൽ വന്നത് ഇതൊക്കെ 40 ഇങ്ങനെ കൊടുത്ത് ഫുള്ളാക്കുക. ഇങ്ങനെ ഫുള്ളാക്കി നിങ്ങൾ ഓരോ റൗണ്ട് ഇങ്ങനെ 5 റൗണ്ട് ഫുള്ളാക്കണം. 5 റൗണ്ട് ഒരു ദിവസം പറ്റുക. ഇങ്ങനെ 5 റൗണ്ടില്ല, 5 റൗണ്ടുകൾ ഫുള്ളാക്കിയാൽ എനിക്ക് ഈ റിവാർഡ് മൊത്തം കിട്ടും. ഈ ചെറുക്കി അലക്സാണ്ടറാണ് ഈ മെയിൻ റിവാർഡ്. പിന്നെ വരുന്നത് റാങ്ക് പോയിന്റ് ഉണ്ട്, 115 വരെ ഉണ്ട്. അർദ്ധകുളാറും വരുന്നുണ്ട് മെയിൻ റിവാർഡ്. ആൻഡ് 1000 ജംസ്. ഇതിലെല്ലാം മെയിൻ റിവാർഡാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ. പിന്നെ ഗാലറിയിൽ നമ്മൾ പറഞ്ഞ അധികം റെഡിറ്റ് ചെയ്ത പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. എന്ത് നമ്മളൊന്നും പറയാം, റെഡിറ്റ് ചെയ്ത അധിക പ്ലേയേഴ്സും പ്രാവശ്യത്തെ 4th വീക്കിലും വന്നിട്ടുണ്ട്. നോക്കാം. 113 കോളേ വന്നിട്ടുണ്ട്, 113 ഗിൽബാർട്ടോ സിൽവ വന്നിട്ടുണ്ട്, 112 അസിസ് സുവാറസ്, 113 സലിബ, 113 കോട്ടോയ്സ്, 113 ഇസാക്ക്, 112 റാഫിന്, 113 രേജ. നമ്മൾ ഏകദേശം ഉറപ്പിച്ച പ്ലേസ് പറഞ്ഞുതരാം. ഒന്ന് ഗിൽബാർട്ടോ സിൽവ നമ്മൾ പറഞ്ഞിരുന്നു, 112 113 വരുന്ന പറഞ്ഞിരുന്നു. കോട്ടുവാനെ പറഞ്ഞിരുന്നു. പിന്നെ ഇസാക്കിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാഫിനെയും നമ്മൾ പറഞ്ഞിരുന്നു.
പിന്നെ എസേനെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സലീബ പറഞ്ഞ കോമലിൻ്റെ പറഞ്ഞൊക്കെ ഉണ്ടാവും. ബെർമർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്തസ് കുൻഹന പറഞ്ഞിട്ടുണ്ട്. അമാദിക്ക് ഓർമ്മയായിരിക്കും. മുള്ളർ നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. റാഷ്ഫോർഡിന് നമ്മൾ പറഞ്ഞിരുന്നു. ജിമനസിന് നമ്മളന്ന് പറഞ്ഞിരുന്നു എന്ന് ശരിക്കും. കുഡൂസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത അധിക പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് ഈ വീക്കിൽ. അപ്പോൾ ഇനി ഇതേപോലെ പ്രഡിക്ഷൻ വീഡിയോയും ഇങ്ങനെ ഇവൻറ്റിൻ്റെ ഇതൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോകൾ ഇറക്കാം. പിന്നെ അതുപോലെയല്ല നമ്മൾ മാച്ചിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. കമൻറ്റ് ബോക്സ് അറിയിക്കുക. നമുക്ക് മാച്ചിൻ്റെ വീഡിയോകളും അങ്ങനത്തൊക്കെ ഇപ്പോൾ ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി.